കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP പ്രതിനിധി ഡോക്ടർ TG വിനോദ് കുമാർ അയോഗ്യനാകും. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനാൽ TG വിനോദ് കുമാറിനെ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കി. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ TG വിനോദ് കുമാറിനെ മുൻ ചാൻസലറാണ് സിൻഡിക്കേറ്റ് അംഗമായി നോമിനേറ്റ് ചെയ്തത്. സർവകലാശാലയ്ക്ക് പുറത്തുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനേഷൻ. എന്നാൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് തസ്തികയിൽ തുടരാനുള്ള യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയതോടെ കോടതി ഇടപെടലിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിനോദ് കുമാറിന്റെ നിയമനം കഴിഞ്ഞ ദിവസം റദ്ദാക്കി. ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ 2015 ജൂനിയർ സയന്റിസ്റ്റ് എന്ന നിലയിലായിരുന്നു വിനോദ് കുമാറിന്റെ നിയമനം. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആകാനുള്ള അടിസ്ഥാന യോഗ്യതയായ ബിരുദാനന്തര ബിരുദവും PhDയും TG വിനോദ് കുമാറിന് ഇല്ലായിരുന്നു. TG വിനോദ് കുമാറിനായി യോഗ്യതയിൽ ഇളവ് വരുത്തിയെന്നും നിയമനം റദ്ദാക്കണമെന്നുള്ള ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. TG വിനോദ് കുമാറിനെ പുറത്താക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സർവകലാശാല PhD വിവാദത്തിൽ ജാതി അധിക്ഷേപ പരാതി നേരിട്ട ഡീൻ ഡോക്ടർ CN വിജയകുമാരിക്ക് വേണ്ടി വിനോദ് കുമാർ രംഗത്തെത്തി നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി പെട്ടിയിലടിക്കും കാര്യം. നിയമനം റദ്ദാക്കിയ വിഷയത്തിൽ ഡോക്ടർ TG വിനോദ് കുമാറിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.